ഇതാണ് ഈ ഗ്രാമത്തിലെ പേരുകേട്ട തറവാട്, മംഗളത്ത് തറവാട്. ഇത് ശേഖരൻ തമ്പി, മംഗളത്ത് തറവാടിന്റെ കാരണവർ. ശേഖരേട്ടാ, ഇതാണ് നമ്മുടെ ശേഖരൻ തമ്പിയുടെ പ്രിയ പത്നി ലക്ഷ്മിക്കുട്ടി. ഇവർക്ക് 2 ആൺമക്കളാണ് ഉള്ളത്, സത്യനും ഗഗനും. ഉഷേ, ഇതാണ് അനുപമ, സത്യന്റെ ഒരേ ഒരു ഭാര്യ. അതെ, ഞാൻ കൃഷ്ണനൊന്നുമല്ല 10,000 കാമുകന്മാരെ പ്രണയിച്ചിട്ട് ഒരേ ഒരു ഭാര്യനെ കിട്ടാനായിട്ട്. അല്ല, നിങ്ങൾ എന്ത് പരിപാടിയാ പിള്ളേരെ കാണിച്ചേ? ആദ്യം എന്റെ ഇന്റർവ്യൂ വേണ്ടേ കൊടുക്കാൻ? അപ്പൊ ഇതാരാന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതെ, ഇതാണ് ശേഖരൻ തമ്പിയുടെ മൂത്ത പുത്രൻ സത്യൻ. കോളേജ് പ്രൊഫസറൊക്കെ ആയിരുന്നു, ഇപ്പൊ ബിസിനസ് നടത്തുന്നു. ഉഷേ, എല്ലാം റെഡി ആയില്ലേ? കുറച്ച് കഴിഞ്ഞ് പിള്ളേരിങ്ങെത്തും, അപ്പോഴേക്കും എല്ലാം റെഡി ആവണം. ഒന്നിനും ഒരു കുറവുണ്ടാവാൻ പാടില്ല. ഇല്ല കുഞ്ഞെ, എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഉണ്ണിയപ്പം കൂടി മാത്രം ഉണ്ടാക്കിയാൽ മതി. ശരി, എങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അമ്മ എന്നെ തിരക്കുന്നുണ്ടായിരുന്നു. അനുമോളെ, എപ്പോഴാ അവരെത്തുന്നേ? എത്ര നാളായി ഞാൻ എന്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട്. എന്റെ അമ്മ എന്തിനാ ഇങ്ങനെ തിടുക്കം കൂട്ടുന്നത്? അവരിങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? സത്യേട്ടൻ അവരെ കൂട്ടാനായിട്ട് എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ട്. ഉച്ചയാവുമ്പോഴേക്കും എത്താന്നാണ് പറഞ്ഞത്. ഭക്ഷണം എല്ലാം പാകമായില്ലേ മോളെ? അവന് ഇഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ അല്ലേ? ഓ, ഈ അമ്മയുടെ ഒരു കാര്യം, അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അവരൊന്നും ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി. അമ്മേ, ദേ അവരെത്തി. മോനെ, മനു, നീ വല്ലാണ്ടങ്ങ് ക്ഷീണിച്ചല്ലോടാ. നീ അവിടെയൊന്നും മര്യാദയ്ക്ക് കഴിക്കുന്നില്ലേ? ക്ഷീണിച്ചാലും കുഴപ്പമില്ല, എന്റെ സൗന്ദര്യത്തിന് കോട്ടൊന്നും തട്ടാണ്ടിരുന്നാ മതി. ഒന്ന് പോടാ അവിടുന്ന്. അവന്റെ ഒരു ലുക്ക് നിനക്ക് ഇപ്പോഴും ആ പഴയ കോഴിക്കുഞ്ഞിന്റെ മോത തന്നെയാ. അല്ല മോനെ, നിന്റെ കൂട്ടുകാരനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി എവിടെ? ആദു, ഇറങ്ങി വാടാ. അപ്പൊ അമ്മ, ഇതാണ് എന്റെ സോൾമേറ്റ് അയാൻ മഹാദേവ്. എങ്ങനെയുണ്ടായിരുന്നു മോനെ ഞങ്ങളുടെ നാട്ടിലേക്കുള്ള യാത്ര? എയർപോർട്ടിൽ വന്നിറങ്ങുന്നോടം വരെ ഒരു കുഴപ്പമില്ലായിരുന്നു ആന്റി. പിന്നെ അങ്ങോട്ടൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെന്താടാ മോനെ അങ്ങനെ ഒരു ടോക്ക്? ഫ്ലാഷ് ബാക്ക്. ഞങ്ങളിതാ കൊല്ലം കൊണ്ടോളേ. അയ്യോ, എടാ കാരമാടാ, പതിയെ പോടാ. നിന്റെ തന്റെ ലൈസൻസ് ഇല്ലടാ പിള്ളേ. ഒന്ന് പോടാ, മുമ്പോഴാണ് കൂളുമായിട്ട് വരുന്നത്. ഞങ്ങളിതാ End of flashback. ഓ, ഈ മനുഷ്യനെ കൊണ്ട് തോറ്റ്. നിങ്ങൾ കേറി വാ മക്കളെ, യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ. എന്റെ ലക്ഷ്മിക്കുട്ടി, വീടടാക്കുരുത്തം കേട്ടവനെ. ഒരു മാസമായി നീ എന്നെ തിരക്കിയിട്ട്. നീ എന്നോടൊന്നും മിണ്ടണ്ട. ഐഷ്, എന്റെ മുത്തശ്ശി പിണങ്ങിയോ? പിണങ്ങല്ലേ, മുത്തശ്ശിക്ക് ഞാൻ എന്താ കൊണ്ടുവന്നേ നോക്കിയേ. പെർഫ്യൂം. എനിക്കൊന്നും വേണ്ട. പെർഫ്യൂം തന്ന് നീ എന്നെ അങ്ങനെ മയക്കാനൊന്നും നോക്കണ്ട. വേണ്ടല്ലോ. ആ, എന്നാ പിന്നെ മുത്തശ്ശനോടത്തേക്കാം. വൈദവേ, മുത്തുവന്റെ മുത്തി, ഇതാണ് എന്റെ കൂട്ടുകാരൻ അയാൻ. മോനെ കണ്ടാലേ അറിയാം ഇവനെ പോലെയല്ല നല്ല സ്വഭാവമുള്ള കൂട്ടത്തിലാണെന്ന്. പിന്നെ പിന്നെ നല്ല മോനാ. എന്തോ നാടാ ഒരടക്കം പറിച്ചില്ല. ഒന്നല്ല ചുമ്മാ. എടാ അതു, ഇത് മാനസി. ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ ചെറിയച്ഛന്റെ മോള്. ഹായ് മാനസി, ഞാൻ അയാൻ.
ഹായ്. ഇതുവരെ അയാനെ പറ്റി പറഞ്ഞു കേട്ടിട്ടുള്ളൂ. നേരിട്ട് കാണാൻ പറ്റിയതിൽ സന്തോഷം. നിങ്ങളൊന്ന് പോയി കുളിച്ചിട്ടൊക്കെ വാ മക്കളെ. ഞാൻ എപ്പോഴേക്കും ഫുഡൊക്കെ എടുത്തു വെക്കാം. യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നതല്ലേ, നല്ല വിശപ്പുണ്ടാവും രണ്ടുപേർക്കും. അപ്പൊ ശരി പെങ്ങളെ, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വന്നിട്ട് വിശദമായിട്ട് പരിചയപ്പെടാം. അമ്പോ നല്ല കലിപ്പിലാണല്ലോ. അമ്മേ, ഞാനും പോയി എന്നാ ഒന്ന് നീരാടിയിട്ട് വരാം. ഫുഡൊക്കെ എടുത്ത് വെച്ചേക്കേ. നല്ല മഴയാണല്ലോ വരാൻ പോകുന്നത്. ആ കാന്താരി പനിയും പിടിപ്പിച്ചുകൊണ്ട് വരാണ്ടിരുന്നാ മതിയായിരുന്നു. നിക്കടി അവിടെ. എന്റെ മോള് നല്ല കലിപ്പിലാണല്ലോ. എന്തായിട്ടും വന്നിട്ടൊരു സന്തോഷമില്ലാത്ത? മാറി നിക്കടാ പൂവൻ കോഴി. നീ എന്താ പറഞ്ഞേ? ഞാൻ നിന്റെ ചെറിയച്ഛന്റെ മോള് മാത്രാണല്ലേ? അപ്പൊ ഞാൻ നിന്റെ പെങ്ങളായിട്ട് വരും. മാറി നിക്ക അങ്ങോട്ട്. ആ, അത് ശരിയല്ലേ. ഇനി എങ്ങനെ നീ ചെറിയച്ഛന്റെ മോളല്ലേ? എന്നിട്ട് ഇതാരും എന്നോട് പറഞ്ഞില്ലല്ലോ. മാറി നിക്ക്, ഞാൻ പോവാ. അയ്യോ പോവല്ലേ. നിന്റെ ദേഷ്യം എന്തിനാന്നൊക്കെ എനിക്ക് മനസ്സിലായി. അതെ, നമ്മുടെ കാര്യം അവനറിയാം. ഞാൻ നിന്നെ ചുമ്മാ ചൊറിഞ്ഞതല്ലേ. പിന്നെ നീ എന്താ എന്നെ വിളിച്ചേ? പൂവൻ കോഴിന്നോ? ആരടി പൂവൻ കോഴി? ഇതിനുള്ളത് നിനക്ക് ഞാൻ ഇപ്പൊ തരണോ അതോ പിന്നെ തന്നാ മതിയോ? അല്ലേ വേണ്ട, ഇപ്പൊ തന്നെ കയ്യോടെ അങ്ങ് തന്നേക്കാം. മോളെ എസ്കേപ്പ്. ഓണായി. അമ്മ വിളിക്കുന്നതല്ലേ കേട്ടെ. മാറി നിക്ക അങ്ങോട്ട്. ഓടിക്കോ, സമയമുണ്ടല്ലോ. നിന്നെ ഞാൻ എടുത്തോളാം. ആയോ മോനെ, ആയോ? തൊന്ത വൈവ്. എടാ പട്ടി ആയോ? ഇവൻ ഇതെവിടെ പോയി കിടക്കുവോ? ആ, ഇവിടെ നിപ്പുണ്ടല്ലോ. അല്ല, ഇവൻ ഇവിടെ എന്ത് ദിവസപ്നം കൊണ്ടോണ്ട് നിക്കുക? ആ എന്റെ അമ്മേ, എന്റെ ചന്തി, എന്താടാ നോറി ചുമ്മാ വന്ന് ചവിട്ടുന്നോ? അല്ലടാ, ദിവസപ്നം കണ്ട് നിൽക്കുന്ന നിന്നെ ഞാൻ പിന്നെ വന്ന് ഉമ്മ വെക്കണോ? എത്ര പ്രാവശ്യം നിന്നെ ഞാൻ വിളിച്ചു, അത് നിന്റെ മൂട്ടില് നിന്നിട്ട്. അല്ല, ശരിക്കും മോൻ ഏത് ലോകത്തായിരുന്നു? എടാ, ആ പെൺകുട്ടി അതാരാടാ? ആ, ഇതാണ് ഇവിടുത്തെ പൊന്നോമന പുത്രി മൃണാലിക. മൃദു എന്ന് വിളിക്കും. ചെറിയച്ഛന്റെ രണ്ടാമത്തെ പുത്രിയാണ്. അതായത് നമ്മുടെ മാനസിയുടെ അനീതി. അതായത് എന്റെ. ഓ, ഒന്ന് നിർത്തടാ, എനിക്ക് മനസ്സിലായി. അല്ല, ഇങ്ങനൊരു കഥാപാത്രത്തെ പറ്റി നീ എന്റെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. മനഃപൂർവ്വം പറയാനതാ, നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചു. സർപ്രൈസോ? എന്തിന്? ഓ, ഈ പൊട്ടൻ. ആ, അതൊന്നുമില്ല. നീ വാ, അമ്മ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്. അല്ലടാ, ഇവള്. ആ, അവളവിടെ നിൽക്കട്ടെ. അവളെ ഇനി ഇപ്പോഴൊന്നും നോക്കൊന്നും വേണ്ട. നീ ഇങ്ങോട്ട് വാ, എനിക്ക് വിശക്കുന്നു. വിശന്നിട്ട് വയറിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നു. എത്ര നാളായി നല്ല ഫുഡ് കഴിച്ചിട്ട്. മൃദു എവിടെ മോളെ? കാലത്തെയും അവളെ ഫുഡ് കഴിക്കാനായിട്ട് കണ്ടില്ലല്ലോ. അവളാ മഴയത്ത് ഡാൻസും കളിച്ചോണ്ട് നിപ്പുണ്ട് മുത്തശ്ശ. കഴിക്കാൻ വിളിച്ചപ്പോഴേക്കും വേണ്ടാന്ന് പറഞ്ഞു. ഈ കാന്താരിയുടെ ഒരു കാര്യം, ഒരു സാധനം മര്യാദക്ക് കഴിക്കത്തില്ല, എന്നിട്ട് ഇങ്ങനെ തുള്ളിച്ചാടി നടന്നോളുക. അങ്ങ് ലണ്ടനീന്ന് പണ്ട് ഇവിടുന്ന് നാട് വിട്ട് ഏതോ ഒരു കോഴിക്കുഞ്ഞ് ലാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടല്ലോ.
ഡീ മുയലും പല്ലി. അല്ല ഇതെപ്പോ എത്തി? അത് ശരി, ഞാൻ വന്നിട്ട് ഇത്രയും നേരമായിട്ട് നീ ഇപ്പോഴാണോ എന്നെ തിരക്കുന്നേ? ഹാ, അല്ലെങ്കിൽ ഇപ്പൊ പഴയ പോലെ സ്നേഹമൊന്നും നിനക്ക് എന്നോടില്ല. എന്നേക്കാ വലുതാണല്ലോ നിനക്ക് നിന്റെ ഡാൻസും മഴയും ഒക്കെ. സ്നേഹമല്ലാന്നോ? ഒരു ചവിട്ടങ്ങ് വെച്ച് തന്നാലുണ്ടല്ലോ. എന്റെ അമ്മ, എന്റെ നാടു, എന്തിനാണ് ഈ സമുദ്രമൊക്കെ അതും പറഞ്ഞ് നീ എന്നെ ചവിട്ടുന്നേ? അയ്യോ മനുവിന്റെ സോറി, അത് പിന്നെ ഞാൻ അറിയാണ്ടങ്ങ് ആ ഒരു ഫ്ലോയിലൊക്കെ ചവിട്ടിപ്പോയതാ. എടീ നിന്നെ ഞാൻ നിക്കണേ അവിടെ. അയ്യടാ നിക്കൂലടാ പൊട്ടി. ഇതാണെന്ന് തോന്നുന്നു കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നു. രാവിലെ അവനെ ചവിട്ടുണ്ടായിരുന്നു പുല്ല്. ആ എന്റെ ദൈവമേ, എന്റെ നട്ടലൊടിഞ്ഞെന്നാ തോന്നുന്നേ. മോളെ മാനസി.